ഗവൺമെൻറ്റിൻ്റെ പുതിയ കേന്ദ്ര വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്നവർക്ക് നമ്മുടെ നാട്ടിലെ പൊതുസമൂഹത്തിനാകെ രക്ഷകർത്താക്കൾക്കും വിദ്യാർത്ഥികൾക്കുമാകെ വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. അപകടകരമായ പല പ്രവണതകളുമുള്ള സാധാരണ വിദ്യാർത്ഥിയെ സംബന്ധിച്ചും സാധാരണ ഒരു രക്ഷകർത്താവിനെ സംബന്ധിച്ചും സ്വന്തം മക്കളുടെ പഠിത്തം അവരുടെ ഭാവി വലിയ തോതിൽ അപകടത്തിലാവുന്ന ഒരു നിർദ്ദേശമാണ് ഈ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. ഈ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിൻ്റെ അലകും പിടിയും മാറ്റുന്നു എന്ന ആ പ്രയോഗം തന്നെ പറയാവുന്നതാണ്. സ്കൂൾ വിദ്യാഭ്യാസം മുതൽ കോളേജ് വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള സ്ഥാപനങ്ങളെയും അതിൻ്റെ ഭരണവ്യവസ്ഥയെയും അവിടെ ഭാഷയെയും അവിടുത്തെ പഠിപ്പിക്കുന്ന സിലബസിനെയും അധ്യാപകരുടെ നിയമത്തിനെയും വിദ്യാർത്ഥികളുടെ അഡ്മിഷനെ അടക്കം ബാധിക്കുന്ന വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ അവകാശങ്ങളെ എല്ലാം തുരങ്കം വെക്കുന്ന തരത്തിലേക്ക് ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിൻ്റെ മുഴുവൻ അവകാശവും കേന്ദ്ര ഗവൺമെൻറ് ആണ് എന്ന് തീരുമാനിക്കുന്നതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. സിലബസ് തന്നെ പുതിയ വിദ്യാർത്ഥികളെ അവരുടെ മസ്തിഷ്കം മാറ്റുന്ന, അവരുടെ ബുദ്ധിയിൽ പുതിയ കാര്യങ്ങൾ കടത്തിക്കൊടുക്കുന്ന തരത്തിലേക്കുള്ള സിലബസിൽ തന്നെ പല കാര്യങ്ങളും വന്നു. ഉദാഹരണത്തിന് പുഷ്പക വിമാനം ഉണ്ടായിരുന്നു, അതിൻ്റെ എങ്ങനെയാണ് പുഷ്പക വിമാനം പണ്ട് പുരാണത്തിൽ പറത്തിയിരുന്നത്, എങ്ങനെയാണ് ഗാന്ധാരിയുടെ കാലത്ത് 100 വരെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ട്യൂബ് ശിശുക്കളുടെ സാങ്കേതിക വിദ്യ അന്നുണ്ടായിരുന്നു എന്ന് ടെക്സ്റ്റ് ബുക്കുകളിൽ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ പഠിപ്പിക്കുന്ന, അന്ധവിശ്വാസം പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ ചിലയിടത്തുണ്ട്. അതേപോലെ